ഈ സമയം വാഴ്ത്തപ്പെടുന്ന ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്കിൽ കൂടി ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ നടത്തപ്പെടുന്ന ഈ ബൈബിൾ ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊരിന്ത്യ ലേഖനമാണല്ലോ. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന് വായിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനിടയായിത്തീരുന്നത്. 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ കൂടി ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് കുടുംബമായി ഓർക്കുന്നു. ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ഉണർവിനും ആത്മീക നിലനിൽപ്പിനും കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കുവാനിടയായി തീർന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഗ 13 മുതലുള്ള വാക്യങ്ങളിൽ അഭ്യർത്ഥനയും അഭിവാദനവുമാണ് അർപ്പിക്കുന്നത്. 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ എന്ന ചില പ്രബോധനമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വ്യക്തമായിരിക്കുന്ന 5 നിർദ്ദേശങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഗ അവിടെ പറയുകയാണ്. വ്യക്തമായ 5 നിർദ്ദേശങ്ങളിൽ കൂടി ക്രിസ്തീയ ഭടന്മാരുടെ കർത്തവ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ്. 4 ആത്മീക ശത്രുക്കളോടും അപകടങ്ങളോടും ബന്ധമുള്ളതും ഒടുവിലത്തേത് അവർ അന്യോന്യം പാലിക്കേണ്ട കടപ്പാടുകളുമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഗയുടെ പറയുന്നത്. ഇവ യഥാക്രമം കൊരിന്ത്യരുടെ അശ്രദ്ധ, ചാഞ്ചല്യം, ബാലിശത്വം, ധാർമ്മിക ശക്തിക്ഷയം എന്നിവയ്ക്കെതിരെയുള്ള 4 കൽപ്പനകളാണ്. 5 പ്രബോധനങ്ങൾ ഈ ഭാഗത്ത് കാണാം. 5 വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഗ ഇവിടെ കൈകാര്യം ചെയ്യുകയാണ്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ എന്ന് പറയുന്ന 5 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഗ എന്ത് ചെയ്യുന്നു? എടുത്ത് പറയുകയാണ്. സ്തോത്രം. ഒന്നാമത്തത് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു. ഉണർന്നിരിപ്പീൻ, ഇത് പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രബോധനമാണ്. പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് ഉണർന്നിരിപ്പീൻ എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 36-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 5:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസിന്റെ ലേഖനം 5:8 വാക്യം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം ഈ ഭാഗത്തെല്ലാം ഉണർന്നിരിപ്പീൻ എന്ന് പ്രബോധിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3:3 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്ത് എന്നോർത്ത്
അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. സ്തോത്രം. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്ക എന്ന് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഉറങ്ങുന്ന അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീക ഉണർവില്ലായ്മയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഈ ഭാഗങ്ങൾ ധാർമ്മിക അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ധാർമ്മികമായിരിക്കുന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ യുഗാന്ത്യ സംഭവങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. യുഗാന്ത്യ സംഭവങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ധാർമ്മികമായ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് യുഗാന്ത്യ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോൾ ഉണർന്നിരിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും പുരുഷത്വം കാണിക്കുവാനും ശക്തിപ്പെടുവാനും അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അന്നത്തെ കാലത്തെ പോലെ ഇന്നും ഈ വാക്യത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മയങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാൻ, ഉറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരെയാണ്, ദൈവസഭയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസം ഇല്ലാത്ത ഒരനുഭവം. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വചനത്തിൽ എന്തില്ല, നിലനിൽപ്പില്ല, നിലനിൽക്കാൻ കഴിയുന്നില്ല, തൻ്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയുന്നില്ല, പുരുഷത്വം കാണിക്കാൻ കഴിയുന്നില്ല, ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയില്ല, ആത്മശക്തിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല, എല്ലാം തളർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ഈ പ്രബോധനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ശക്തി പകരുന്ന ഒരു അനുഭവമായി മാറുവാൻ ഇടയായി തീരട്ടെ. അപ്പോൾ ഇത് ധാർമ്മിക അർത്ഥത്തിലല്ല, യുഗാന്ത്യ സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എന്ത് ചെയ്തത്, പ്രബോധിപ്പിക്കുന്നത്. അടുത്തത് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 11-ന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്തോത്രം. വിശ്വാസത്താൽ എന്ത് ചെയ്യുക, ഞെളിയാതെ ഭയപ്പെടാനായിട്ട് പറയുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എഫേസ്യർ 4:12. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. എന്താണ് അവിടെ പറയുന്ന കാര്യം? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്. നാം ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, തികഞ്ഞ പുരുഷത്വം കാണിക്കുവാൻ, ഒക്കെ ആത്മീക വളർച്ച പ്രാപിക്കുവാൻ, ആത്മീകമായി മുന്നേറ്റമുണ്ടാകുവാൻ വേണ്ടിയാണ് സഭയിൽ ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഒക്കെ നിയമിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നതാണ്. വിശ്വാസം എന്നത് സുവിശേഷത്തിൽ പൊതുവേയും ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നേടിയ പ്രായശ്ചിത്ത പ്രത്യേകിച്ചുള്ള വിശ്വാസമാണ്. പ്രായശ്ചിത്തത്തിൽ പ്രത്യേകിച്ചുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസം, ആ
പ്രായശ്ചിത്ത പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് ഇവിടുത്തെ പ്രതിപാദ്യമായിരിക്കുന്ന വിഷയം. വിശ്വാസം എന്നത് വാശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ 11 എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറയുന്നു. അപ്പം വിശ്വാസം, അനേക വിശ്വാസത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. വിശ്വാസം പല തലത്തിൽ, പല അർത്ഥത്തിൽ, പല വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഒരു വിശ്വാസമല്ല, പല വിശ്വാസം, പല ആശയങ്ങൾ, പല വിഷയങ്ങളാണ് ഓരോ ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 2 നിർദ്ദേശങ്ങൾ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടയാളിയോടും തുടർന്നുള്ള 2 നിർദ്ദേശങ്ങൾ യഥാർത്ഥ യുദ്ധത്തോടും ബന്ധമുള്ളതാണ്. മുൻപറഞ്ഞ 2 കാര്യങ്ങൾ എന്താണ്? മുൻപറഞ്ഞ 2 കാര്യങ്ങൾ ഉണർന്നിരിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും പറയുന്ന കാര്യങ്ങൾ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടയാളിയോടും തുടർന്നുള്ള 2 നിർദ്ദേശങ്ങൾ യഥാർത്ഥ യുദ്ധത്തോടും ബന്ധമുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിലനിൽക്കുക, ഉറച്ചു നിൽക്കുക. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിലെന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക എന്ന് ഗലാത്യ ലേഖനം 5 അധ്യായം 1 വാക്യത്തിൽ പറയുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും എന്ത് ചെയ്യരുത്, കുടുങ്ങിപ്പോകരുത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തത്, സ്വതന്ത്രരാക്കിയത്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കണം. വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 27 വാക്യത്തിൽ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം 27 വാക്യത്തിൽ എങ്ങനെ പറയുന്നു? ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ എതിരാളികളുടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഏകാത്മാവിൽ നിലനിൽക്കണം, ഒന്നിനും കുലുങ്ങിപ്പോകരുത്. എന്ത് ചെയ്യരുത്? വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. എതിരാളികൾ, പടയാളികൾ, പ്രതികൂലങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. പ്രൈസ്തലോ. ഒന്നിനാലും എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കുവാനായിട്ടിടയായിത്തീരണം. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ എന്ത് ചെയ്യുക? നിലനിൽക്കുക. ഇന്ന് മനുഷ്യന്റെ നിലനിൽപ്പ് കർത്താവിലല്ല, വ്യക്തികളിൽ നിലനിൽക്കുന്നവരുണ്ട്, സമ്പത്തിൽ നിലനിൽക്കുന്നവരുണ്ട്, സമ്പത്തിനു വേണ്ടി നിലനിൽക്കുന്നവരുണ്ട്. അവൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയും, നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കുക, കർത്താവിൽ നിലനിൽക്കുക. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ, 2 മനുഷ്യൻ വീട് പണിതു, ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും. ബുദ്ധിയുള്ള മനുഷ്യൻ ആഴത്തിൽ കുഴിച്ചു, വീട് പണിയാൻ നേരത്തെ ആഴത്തിൽ കുഴിച്ചു. പാറ കാണുന്നത് വരെ എന്ത് ചെയ്തു? കുഴിച്ചു. പാറ കണ്ടു, അതിലടിസ്ഥാനമിട്ട് വീട് പണിതു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, അതിന്മേൽ അലച്ചു, കാറ്റടിച്ചു. പക്ഷേ അത് പാറയിൽ അടിസ്ഥാനമുള്ളത് കാരണം വീണില്ല, ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിന്മേൽ കുഴിച്ചു, അവനും അടിസ്ഥാനമിട്ടു, വീട് പണിതു, മഴ പെയ്തു, വെള്ളം അതിന്മേൽ അലച്ചു. അടിസ്ഥാനം മണലിന്മേലായതുകൊണ്ട് അതെന്ത് ചെയ്തു? വീണുപോയി. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് പറയും. അപ്പോൾ ക്രിസ്തുവിൽ മാത്രമേ, ക്രിസ്തു എന്ന പാറയിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ.
അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്നുള്ളതല്ല. ജീവിതത്തിൽ മറ്റു മനുഷ്യനെ ആഞ്ഞടിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു വിശ്വാസികൾക്കും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ നിലനിർത്തുന്ന ഏക അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. നമ്മെ നിലനിർത്തുകയാണ് അവൻ. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മെ നിലനിർത്തുന്നു. നമ്മളും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്നു, നമ്മളും തോറ്റുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് നമ്മെ എന്തു ചെയ്തു? നിലനിർത്തുവാനിടയായി തീർന്നു. അവൻ നമ്മെ നിലനിർത്തി. നമ്മൾ നിന്നതല്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, നിന്നതല്ല ഞാൻ, നിർത്തിയതാണ്. കർത്താവ് എന്ത് ചെയ്തതാണ്? നമ്മെ നിർത്തിയതാണ്. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിൽക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. അപ്പോൾ കർത്താവിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹാ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അറിഞ്ഞ സത്യത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അറിഞ്ഞ സത്യം എന്താണ്? സുവിശേഷത്തിൻ്റെ സത്യം, ക്രിസ്തുവാകുന്ന സത്യം. ഈ ലോകത്തിൽ ഒരൊറ്റ സത്യമേ ഉള്ളൂ, അത് ക്രിസ്തുവാകുന്ന സത്യം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ലോക ചരിത്രത്തിൽ ഇന്നയോളം ഒരു മഹാന്മാർക്കും മഹതികൾക്കും അപ്രകാരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ആചാര്യന്മാരും ഗുരുക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായി മൺമറഞ്ഞുപോയി. ഇപ്പോഴും പലരും നിലനിൽക്കുന്നു. ഞാൻ വലിയവനാണ്, നേതാവാണ്, ആചാര്യനാണ്, ഗുരുവാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആൾ നിപ്പുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുപോലെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രഖ്യാപിക്കുകയുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. സത്യം യേശുവാണ്. സത്യതൽപരരായ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ആ യേശുവിലേക്ക് കടന്നു വരുന്നു. യേശു എന്ന സത്യത്തെ മുറുകെ പിടിക്കുന്നു. പിശാചാരാണ്? പിശാച് കള്ളനാണ്, കവർച്ചക്കാരനാണ്, അവൻ ഫോഷ്കാണ്, ഫോഷ്കിൻ്റെ അപ്പനാണ് എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ സത്യതൽപരരായവർക്ക് മാത്രമേ ദൈവവചനത്തിൽ നിലനിൽക്കുവാനും യേശുവിനെ പിൻപറ്റുവാനും കഴിയുകയുള്ളൂ. കള്ളന്മാർക്ക് പിശാചിനെ പിൻപറ്റാൻ കഴിയും, എന്നാൽ യേശുവിനെ പിൻപറ്റുന്നവർ സത്യനമസ്കാരികളാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ സത്യവും വഴിയും ജീവനുമാകുന്നു. ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യേശു കർത്താവ് മാത്രമാണ്. 4-ാമത്തെ കാര്യം പറയുന്നു, പുരുഷത്വം കാണിപ്പീൻ, ധൈര്യത്തോടെ നിലനിൽക്കണം. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ ക്രിയാപദം കാണുന്നുള്ളൂ, എന്നാൽ പഴയ നിയമത്തിൽ പലയിടത്തും കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആമേൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, പുരുഷത്വം കാണിക്കുവാൻ പറയുന്നുണ്ട്. ആവർത്തനം 31-ന്റെ 6-7 വാക്യങ്ങൾ. ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ എന്ന ആവർത്തന പുസ്തകം 31-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നു. യോശുവായുടെ ദൈവം പറയുന്നുണ്ട്, ധൈര്യമായിരിപ്പീൻ. യോശുവായുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോശുവായുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം യോശുവായോട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവം എന്ത് ചെയ്യത്തില്ല? കൈവിടുകയില്ല. അപ്പോൾ എന്തുണ്ടാകണം? ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചാഞ്ചാടിപ്പോകരുത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് എന്ത് ചെയ്യണം?
ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാനായിട്ടിടയായിത്തീരണം. 5-ാമത്തെ ഭാഗമാണ് ശക്തിപ്പെടുവീൻ. എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ആമേൻ ശക്തിപ്പെടുക എന്ന് ആമേൻ പറയുകയാണ്. ശക്തിപ്പെടുവീൻ, ശക്തി പ്രാപിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങൾ ശക്തി ധരിക്കുവോളം യെരുശലേമിൽ എന്ത് ചെയ്യുക? ആമേൻ പാർക്കുക എന്ന് കർത്താവ് എന്ത് ചെയ്തു? ആമേൻ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറിയ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവെന്ന ശക്തി അവരെന്ത് ചെയ്തു? പ്രാപിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ആമേ പ്രസംഗിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. എന്തിന് ശക്തിപ്പെടണം? ആഹാരം കഴിച്ച ശക്തിപ്പെടുന്ന കാര്യമല്ല അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത്. ആഹാരം കഴിച്ച് ശക്തിപ്പെട്ടാലും ആത്മീക ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആഹാരം കഴിക്കരുതെന്നില്ല. നല്ല ആഹാരം എന്ത് ചെയ്യണം? കഴിക്കണം. അപ്പോൾ അത് ശരീരത്തിന് എന്തുണ്ടാകുന്നു? ശക്തി ഉണ്ടാകുന്നു. എന്നാൽ നമുക്ക് ആത്മീക ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആരോഗ്യത്തിൻ്റെ ശക്തിയല്ല ആവശ്യം, ആത്മശക്തിയാണ് ആവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ആവശ്യം. അതുകൊണ്ട് കർത്താവ് തന്നെ അവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ധരിക്കുവോളം യെരുശലേമിൽ തന്നെ പാർപ്പീൻ. ശക്തി ധരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? പുറപ്പെട്ടാൽ മതി. അപ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ദൈവാത്മാവിനാൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാ ശക്തി നാം എന്ത് ചെയ്യണം? പ്രാപിക്കണം. ആ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ആമേൻ വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ധൈര്യത്തോടെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശക്തിപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നു, ഉണർന്നിരിപ്പീൻ, ശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാൺപീൻ, ശക്തിപ്പെടുവീൻ. 14-ാമത്തെ വാക്യം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഹല്ലേലൂയ. കൃപയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. സ്നേഹത്തിൽ എന്ന ശൈലി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. ആമേ ഉണർവുണ്ട്, വിശ്വാസമുണ്ട്, പുരുഷത്വം കാണിക്കുന്നുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ പ്രവൃത്തിയെല്ലാം സ്നേഹമില്ലാത്തതാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ ഈ ശക്തി പ്രാപിക്കുകയും വിശ്വാസത്തെ നിലനിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? സ്നേഹം കൂടെ ഉണ്ടാകണം. സ്നേഹമില്ലാതെ ശക്തി പ്രാപിച്ചിട്ട് കാര്യമില്ല. സ്നേഹമില്ലാതെ ഉണർന്നിരുന്നിട്ട് കാര്യമില്ല. സ്നേഹമില്ലാതെ നിലനിന്നിട്ടും കാര്യമില്ല. സ്നേഹമില്ലാതെ പുരുഷത്വം കാണിച്ചിട്ടും കാര്യമില്ല. സ്നേഹമില്ലാതെ ശക്തി കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്നേഹം കൂടെ വേണം. ദൈവമാരാണ്? ദൈവ സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം ദൈവമല്ല. ദൈവം സ്നേഹമാണ്. സ്നേഹമാരല്ല? ദൈവമല്ല. അപ്പോൾ സ്നേഹിക്കപ്പെടുന്നത് എല്ലാം ദൈവമാണെന്നല്ല പറയുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹം ദൈവമല്ല. സ്തോത്രം. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബം അഖയായിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അഖയായിലെ റോമൻ ഭരണകാലത്ത് ഗ്രീസിനെ മാസിഡോണിയ വടക്ക് എന്നും അഖയ തെക്ക് എന്നും രണ്ടായി തിരിച്ചിരുന്നു. ആദ്യഫലം അഖയായിൽ സ്തേഫാനോസിന് മുമ്പ് വിശ്വസിച്ചവരുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ,
മനസ്സിലാക്കാം. എന്നാൽ അവൻ്റെ ഭവനമായിരുന്നിരിക്കണം കൊരിന്തിയിലെ വേലയ്ക്ക് ആസ്ഥാനമായി തീർന്നത്. അവനെ പൗലോസ് തന്നെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. 1:16. അവൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ സ്വയം സമർപ്പിച്ചവരായിരുന്നു. ഈ നിലയിൽ എപ്പൈനത്തോസും ആസയിൽ ആദ്യ ഫലമായിരുന്നു. സ്തെഫാനോസിന് മുമ്പ് വിശ്വസിച്ചിരുന്ന അവൻ്റെ ഭവനമായിരുന്നു വേലയ്ക്ക് ആസ്ഥാനമായി തീർന്നത്. ഇവിടെ പറയുന്നു, സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അഖയായിലെ വേലയ്ക്ക് ആ ഒരു ആസ്ഥാനമായി തീർന്നു. സ്തോത്രം. സ്തെഫാനോസിന് നമുക്കറിയാം, സ്തെഫാനോസ് എന്ത് ചെയ്തു? ആദ്യത്തെ രക്തസാക്ഷിയായി, ഒന്നാമത്തെ രക്തസാക്ഷിയായി തീർന്നത് സ്തെഫാനോസാണ്. കർത്താവിൻ്റെ രക്തസാക്ഷിയായത് ഒന്നാമത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തെഫാനോസും ഫെർത്തോനോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവീൻ. സ്തെഫാനോസിനെ പോലെയുള്ള നേതാക്കന്മാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണമെന്ന് പ്രബോധിപ്പിക്കുന്നു. സ്തെഫാനോസിനെ പോലെയുള്ളവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ആമേൻ. എന്നെന്ത് ചെയ്യുക? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗ അവരെ പ്രബോധിപ്പിക്കുകയാണ്. സ്തെഫാനോസ് ഒരു നല്ല നേതാവായിരുന്നു. സ്വത്രം. നല്ല നേതൃത്വമുള്ളിടത്ത് സഭയിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സഭയിലെ പ്രശ്നങ്ങൾ നല്ല നേതൃത്വമുള്ളിടത്ത് എന്ത് ചെയ്യും? പരിഹരിക്കപ്പെടും. നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനിടയായിത്തീരുന്നത്. സഭയിൽ ആ രണ്ട് പക്ഷം ആക്കാതെ ഒരൊറ്റ പക്ഷത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സഭയെ എന്ത് ചെയ്യണം? നയിക്കണം. ചിലരുണ്ട്, ചില വ്യക്തികളുണ്ട്, ഏറ്റവും കൂടുതൽ പൈസ തരുന്നവരെ എന്ത് ചെയ്യും? കൂടുതൽ സ്നേഹിക്കും. പൈസ തരാത്തവരെ എന്ത് ചെയ്യത്തില്ല? സ്നേഹിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നവരെ സ്നേഹിക്കുന്നവരുണ്ട്, ഉപദേശിമാർ. അങ്ങനെയല്ല അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗ പറയുന്നത്. എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഒരേപോലെ സ്നേഹിക്കാൻ നാം പഠിക്കണം. ഒരേപോലെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല എങ്കിൽ, ഒരേപോലെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നീ കർത്താവിൻ്റെ വേലയ്ക്ക് യോഗ്യനല്ല. കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുവാൻ നീ യോഗ്യനല്ല. വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി. ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു സഭയിലെ ഇടയന് ആ സഭയിലുള്ള വിശ്വാസികളെ, തരുന്നവനും തരാത്തവനും, പണമുള്ളവനും ഇല്ലാത്തവനെയും, കുറവ് ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ അല്ല ക്രിസ്തുവിൻ്റെ വേലക്കാരനല്ല. നീ ആരാണ്? കൗലിടയനാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നീ കൗലിടയനാകരുത്. കൗലിടയൻ ആകരുത്. ദൈവത്തിൻ്റെ വേലക്കാരനാകണം, ക്രിസ്തുവിൻ്റെ വേലക്കാരനാകണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിനക്ക് എന്ത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ? പ്രതിഫലം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗ പറയുന്നു, ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, പുരുഷത്വം കാണിക്കുക, ശക്തിപ്പെടുക. ഉണർന്നിരുന്നും വിശ്വാസത്തിൽ നിലനിന്നും ആമേ കർത്താവിൻ്റെ സന്നിധി ശക്തിയോടെ നിൽക്കുവാൻ, ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സമയം ദൈവനം സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്കിൽ കൂടി എന്നെ ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുവാനുള്ളവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം.